ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റലൈസേഷനെ കുറിച്ചാണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂലധനവൽക്കരണം. ആദ്യം നോക്കുന്നത് മീനിങ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ദ ടേം ക്യാപിറ്റലൈസേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം ക്യാപിറ്റൽ. മൂലധനവൽക്കരണം എന്ന പദം മൂലധനം എന്ന പദത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ക്യാപിറ്റലൈസേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം ക്യാപിറ്റൽ. Capitalization simply refers to the amount of capital invested in a business enterprise. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ അളവിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ അളവിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. Capitalization refers to the process of determining the plan or pattern of financing. ധനസഹായത്തിൻ്റെ പദ്ധതിയോ രീതിയോ നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഡിറ്റർമിനിങ് ദ പ്ലാൻ ഓർ പാറ്റേൺ ഓഫ് ഫിനാൻസിങ്. ഇൻ ഷോർട്ട്, ക്യാപിറ്റലൈസേഷൻ ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ്. ഇൻ ഷോർട്ട്, ക്യാപിറ്റലൈസേഷൻ ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് free reserves plus debentures plus long-term loans. അടുത്തത് modern concept of capitalization. In the words of Walker and Bond, the use of capitalization to refer to only long-term debt and capital stock and short-term creditors do not constitute suppliers of capital is erroneous. അപ്പോൾ in the words of Walker and Bond വേർഡ്സിൽ ദീർഘകാല കടത്തെയും ലോങ് ടേം ഡെപ്റ്റിനെയും ക്യാപിറ്റൽ സ്റ്റോക്കിനെയും മാത്രം സൂചിപ്പിക്കാൻ ക്യാപിറ്റലൈസേഷൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നാണ്. അതുപോലെ ഷോർട്ട് ടേം കടക്കാർ ക്യാപിറ്റലിൻ്റെ സപ്ലയേഴ്സിനെ പ്രതിനിധീകരിക്കുന്നില്ല. ഇൻ റിയാലിറ്റി, ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഫർണിഷ്ഡ് ബൈ ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് ആൻഡ് ലോങ് ടേം ക്രെഡിറ്റേഴ്സ്. According to modern concept, capitalization includes share capital, long-term debt, reserves and surplus, short-term debt and creditors. അപ്പോൾ മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച് ക്യാപിറ്റലൈസേഷനിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ഡെപ്റ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷോർട്ട് ടേം ഡെപ്റ്റ്, ക്രെഡിറ്റേഴ്സ്. ലോങ് ടേം ഡെപ്റ്റിനെയും ക്യാപിറ്റൽ സ്റ്റോക്കിനെയും മാത്രം സൂചിപ്പിക്കാൻ ക്യാപിറ്റലൈസേഷൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അതുപോലെ മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച് ക്യാപിറ്റലൈസേഷനിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ഡെപ്റ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷോർട്ട് ടേം ഡെപ്റ്റ്, അതുപോലെ ക്രെഡിറ്റേഴ്സ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ അതുപോലെ ക്യാപിറ്റലൈസേഷൻ എന്നീ രണ്ട് പദങ്ങൾ വ്യത്യസ്തമാണ്. ക്യാപിറ്റലൈസേഷൻ എന്ന ടേം കമ്പനികളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനോ അതുപോലെ പാർട്ണർഷിപ്പിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. എന്നാൽ എല്ലാത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്കും ക്യാപിറ്റൽ എന്ന പദം ഉപയോഗിക്കാം. ഇത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ടോട്ടൽ റിസോഴ്സസിനെയോ വെൽത്തിനെയോ പ്രതിനിധീകരിക്കുന്നു. അതായത് ക്യാപിറ്റൽ എന്ന പദം ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ടോട്ടൽ റിസോഴ്സസിനെയോ വെൽത്തിനെയോ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ ലോങ് ടേം ഫണ്ടും ഷോർട്ട് ടേം ഫണ്ടും ഉൾപ്പെടുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്നത് ഒരു കമ്പനി നൽകുന്ന ഷെയറുകളുടെ ആകെ അടച്ചു തീർത്ത മൂല്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനി നൽകുന്ന ഷെയറുകളുടെ ആകെ അടച്ചു തീർത്ത മൂല്യത്തെ പെയ്ഡ് അപ്പ് വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. ഇത് ക്യാപിറ്റലൈസേഷൻ്റെ ഭാഗമാണ്. ഓൺ അതർ ഹാൻഡ്, ക്യാപിറ്റലൈസേഷനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ലോങ് ടേം ബോറോയിങ്സ് ഉൾപ്പെടുന്നു. അതിനാൽ ക്യാപിറ്റലൈസേഷനിൽ നിന്ന് ഷെയർ ക്യാപിറ്റലിനു പുറമെ ലോങ് ടേം ലോൺസും റീറ്റെയിൻ പ്രോഫിറ്റും ഉൾപ്പെടുന്നു. ക്യാപിറ്റലൈസേഷനിൽ ഷെയർ ക്യാപിറ്റലിന് പുറമെ ലോങ് ടേം ലോൺസും റീറ്റെയിൻ പ്രോഫിറ്റും ഉൾപ്പെടുന്നു. എന്നാൽ ക്യാപിറ്റലിൽ എല്ലാ ലോൺസും അതുപോലെ ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉൾപ്പെടെ എല്ലാ റിസർവ്സും ഉൾപ്പെടുന്നു. ക്യാപിറ്റലിൽ എല്ലാ ലോൺസും ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉൾപ്പെടെ എല്ലാ റിസർവ്സും ഉൾപ്പെടുന്നുണ്ട്. ക്യാപിറ്റലൈസേഷനിൽ ഷെയർ ക്യാപിറ്റലിന് പുറമെ ലോങ് ടേം ലോൺസും റീറ്റെയിൻ പ്രോഫിറ്റുമാണ് ഉൾപ്പെടുന്നത്. ക്യാപിറ്റലിൽ എല്ലാ ലോൺസും ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെ എല്ലാ റിസർവ്സും ഉൾപ്പെടുന്നു.
Difference between capital and capitalization. The two terms capital and capitalizations are different. The term capitalization is used only in relation to companies, not in respect of sole proprietorship or partnership. The term capital can be used in respect of all form of business organizations. On other hand, capitalization includes the share capital, free reserve, debentures and long-term borrowings. Thus, capitalization includes only long-term loans and retained profit besides share capital. But capital includes all the loans and reserves including contributions by owners. അടുത്തത് തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. There are two theories of capitalization. These are first one cost theory, second one earnings theory. First one cost theory. കോസ്റ്റ് തിയറി അനുസരിച്ച് ഒരു കമ്പനിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റും അതുപോലെ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവും അതുപോലെ പ്രൊമോഷൻ എക്സ്പെൻസസ് മുതലായവ ചേർത്താണ് കോസ്റ്റ് തിയറി അനുസരിച്ച് ഒരു കമ്പനിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ്, അതുപോലെ പ്രൊമോഷൻ എക്സ്പെൻസസ് മുതലായവ ചേർത്താണ്. ക്യാപിറ്റലൈസേഷൻ്റെ തുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിനുള്ള മൊത്തം ചെലവിനു തുല്യമാണ്. ക്യാപിറ്റലൈസേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിനുള്ള മൊത്തം ചെലവിന് തുല്യമാണ്. പുതിയ കമ്പനിയുടെ കാര്യത്തിലാണ് ഈ തിയറി സ്യൂട്ടബിൾ ആവുന്നത്. കോസ്റ്റ് തിയറി അക്കോർഡിംഗ് ടു കോസ്റ്റ് തിയറി ദ വാല്യൂ ഓഫ് എ കമ്പനി ഈസ് അറൈവ്ഡ് അറ്റ് by adding the cost of fixed assets, the amount of regular working capital required to run the business, promotion expenses, etc. Thus, the amount of capitalization is equal to the total cost of setting up a business enterprise. The amount of capitalization is equal to the total cost of setting up a business enterprise. This theory is suitable in case of new companies. അടുത്ത തിയറി ഏണിങ്സ് തിയറി. ഏണിങ്സ് തിയറി അനുസരിച്ച് ഒരു എൻ്റർപ്രൈസിൻ്റെ ട്രൂ വാല്യൂ അതിൻ്റെ ഏണിങ്സിനെയും ഏണിങ്സിൻ്റെ കപ്പാസിറ്റിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഏണിങ്സ് തിയറി അനുസരിച്ച് ഒരു എൻ്റർപ്രൈസിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഏണിങ്സിനെയും അതുപോലെ ഏണിങ്സിൻ്റെ കപ്പാസിറ്റിയെയും ആശ്രയിച്ചിരിക്കുന്നു. അണ്ടർ ദിസ് തിയറി ക്യാപിറ്റലൈസേഷൻ്റെ അളവ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഏണിങ്സിൻ്റെ കണക്കാക്കിയ വരുമാനത്തിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് തുല്യമാണ്. കണക്കാക്കിയ വരുമാനത്തിൻ്റെ എസ്റ്റിമേറ്റ് ഏണിങ്സിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് തുല്യമാണ് ക്യാപിറ്റലൈസേഷൻ്റെ അളവ്. അതായത് ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഏണിങ്സിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് തുല്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു വർഷം 5 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് നേടുന്നുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷമായിരിക്കും. 5 ലക്ഷം ഇൻറ്റു 100/10 50 ലക്ഷം. This theory states that the true value of an enterprise depends upon its earning and earning capacity. Under this theory, the amount of capitalization is equal to the capitalized value of estimated earnings. This theory is most appropriate in case of going concern. അപ്പോൾ നമ്മൾ നോക്കിയത് ക്യാപിറ്റലൈസേഷൻ എന്താണ്, മീനിങ്, അതുപോലെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ. താങ്ക് യു.